ആദ്യ സിക്സർ. ബോളിംഗ് ഇതിൽ ബാസി ആദ്യ ബോൾ തന്നെ ഒരു സിക്സർ. ക്യാച്ചിനുള്ള അവസരം ഓഫ് ഫീൽഡർ. എക്സലന്റ്. വീണ്ടും ഒരു വലിയ ഷോട്ടിനുള്ള ശ്രമം. ഇത്തവണ ആ ചൂണ്ടയിൽ അഭികുരുകുന്നു. നിലംപരിശാക്കി വിടുന്നു ഇർഷാദ്. ആദ്യ ഹാട്രിക്കിന് ഉടമയാകാനുള്ള അവസരമാണ്. ഓ യെസ്, ദാറ്റ് ഈസ് ഓ മൈ ഗുഡ്നസ്. യെസ്, ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ബോളിംഗ്. ആദ്യ ഓവർ ഗംഭീരമായി ഒരു റണ്ണ് പോലും വിട്ടു നൽകാതെ ഈ ടൂർണമെൻറ്റിലെത്താൻ ആദ്യ ഹാട്രിക്. ഈഗിൾസ് കോട്ടപ്പുറം സംഘടിപ്പിക്കുന്ന വൺ ഡേ സോഫ്റ്റ് ബോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ രണ്ടാം മത്സരത്തിൽ ബോയ്സ് വേങ്ങര വേഴ്സ് ഈഗിൾസ് കോട്ടപ്പുറം ടോസ് നേടി അൽമാസ് വെങ്കുളം ബോളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ ബോയ്സ് വേങ്ങരയ്ക്ക് വേണ്ടി ജഗൻ, നോൺ സ്ട്രൈക്കിൽ ഷിജിലിപ്പ. ബോളിംഗ് ഇതിൽ ബാസി ആദ്യ ബോൾ തന്നെ ഒരു സിക്സർ. ജഗൻ തൻ്റെ തനത് ശൈലിയിൽ ഒരു സിക്സർ അടിച്ചുകൊണ്ട് മത്സരത്തെ സ്വാഗതം ചെയ്യുന്നു. ആദ്യ ബോളിൽ തന്നെ ഗംഭീരമായൊരു സിക്സർ അടിച്ചു തുടങ്ങുന്ന ജഗൻ. രണ്ടാമത്തെ ബോളും ഓഫ് സൈഡിലൊരു വൈറ്റ് ബോളായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സിംഗിൾ റണ്ണെടുത്ത് തുടരെ 3 വൈറ്റ് ബോളുകൾ എറിഞ്ഞ് ബാസി. ഗംഭീരമായ ഒരു മനോഹരമായ തിരിച്ചുവരവാണ്. ബോളുകൾ എറിയുമ്പോൾ 10 റണ്ണാണ് 3 വൈറ്റ് ബോളുകളുടെ അകമ്പടിയോടെ. പക്ഷെ തിരിച്ചു വരാൻ കെൽപ്പുള്ള ഒരു ബോളറാണ് ബാസി. അത്രമാത്രം എക്സ്പീരിയൻസ് ഉള്ളൊരു താരമാണ്. ക്യാച്ചിനുള്ള അവസരം ഓഫ് ഫീൽഡർ. എക്സലന്റ്. ഷിജിലിപ്പയെ ഒരു റണ്ണ് പോലും എടുക്കാൻ അനുവദിക്കാതെ ബാസി എന്ന എക്സ്പീരിയൻസ് ബോളർ ടീമിന് ശക്തമായ ഒരു പിന്തുണയാണ് നൽകുന്നത്. എടുത്താലും തൊടുത്താലും തീരാത്ത അസ്ത്രങ്ങളുമായി ബോയ്സ് വേങ്ങര മറ്റൊരു ശക്തനായ ബാറ്റ്സ്മാനെ ഗ്രീസിലേക്ക് പറഞ്ഞേക്കുന്നു. അബി പാലക്കാട് തൻ്റെ ആദ്യ ബോൾ ബാസി. വീണ്ടും ഒരു ക്യാച്ചിനുള്ള അവസരമാണ്. പക്ഷേ അത് സാധ്യത വളരെ കുറവാണ്. ആദ്യ ഓവർ ഗംഭീരമായാണ് അവസാനിപ്പിക്കുന്നത്. തുടക്കം പാളിയെങ്കിലും ഒടുക്കം ഗംഭീരമാക്കി. ആദ്യ ഓവറിൽ 11 റണ്ണ് കരുത്തനായ ഷിജിലിപ്പയെ പറഞ്ഞയച്ചുകൊണ്ട് ബാസി അവസാനിപ്പിക്കുന്നു. ഇർഷാദ് തൻ്റെ ആദ്യ ബോൾ തന്നെ ഒരു ചൂണ്ടയിൽ കുരുക്കിയിട്ടതാണ്. പക്ഷേ അബി അതിൽ കുരുങ്ങിയില്ല. ഗംഭീരമായൊരു സിക്സറാണ്. വീണ്ടും ഒരു വലിയ ഷോട്ടിനുള്ള ശ്രമം. ഇത്തവണ ആ ചൂണ്ടയിൽ അഭികുരുകുന്നു. സൂപ്പർ ബോളിംഗ്. വേങ്ങരയ്ക്ക് വേണ്ടി ലോക്കൽ ബോയ് അനീസ് ഗ്രീസിലെത്തുന്നു. നിലംപരിശാക്കി വിടുന്നു ഇർഷാദ്. അനീസിനെ നിർത്തി ആദ്യ ബോളിൽ തന്നെ പറഞ്ഞയക്കുന്നു. ഈ ടൂർണമെന്റിലെ ആദ്യ ഹാട്രിക്കിന് ഉടമയാകാനുള്ള അവസരമാണ്. ഓ യെസ്, ദാറ്റ് ഈസ് ഓ മൈ ഗുഡ്നസ്. ജംഷീർ മുത്തു എന്ന ക്വാളിറ്റി ബോളറെ ആദ്യ ബോളിൽ തന്നെ പറഞ്ഞയച്ചുകൊണ്ട് ഈ ടൂർണമെന്റിലെ ആദ്യ ഹാട്രിക്കിന് ഉടമയാകുന്നു ഇർഷാദ്. ചെറിയ ടീമിനെ കളത്തിലിറക്കിക്കൊണ്ട് അൽമാസ് വെങ്കുളം ശക്തമായൊരു കോട്ട തീർക്കുകയാണ് ബോയ്സ് വേങ്ങരയ്ക്കെതിരെ. ടെന്നീസ് ബോളിലെ ആംബ്രോസ് എന്നറിയപ്പെടുന്ന മുജീബ് തൻ്റെ ടീമിൻ്റെ പതനം നോൺ സ്ട്രൈക്കിൽ നിന്ന് കണ്ട് മനമെടുത്ത ജഗനാണ്. സിംഗിൾ റണ്ണെടുത്ത് സ്ട്രൈക്കിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമമാണ്. 2 ഓവറുകൾ പിന്നിടുമ്പോൾ കേവലം 14 റണ്ണാണ് ശക്തമായൊരു ബാറ്റിംഗ് നിരക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. ജഗൻ എന്ന ബാറ്റ്സ്മാനിലാണ് ബോയ്സ് വേങ്ങരയുടെ മുഴുവൻ പ്രതീക്ഷയും. ആ ഒരു ക്യാച്ചിനുള്ള അവസരം. തേർഡ് മാൻ കാത്തു നിൽക്കുന്നു. വീണ്ടും വിക്കറ്റിന്. പേര് കേട്ട ബാറ്റിംഗ് നിരയെ പേര് കേൾക്കാത്ത ബോളിംഗ് നിര തച്ചുടയ്ക്കുന്ന, എറിഞ്ഞുടയ്ക്കുന്ന സുന്ദരമായൊരു കാഴ്ചയാണ്. തലും തൊടുത്താലും തീരാത്ത അസ്ത്രമുള്ള ബോയ്സ് വേങ്ങരയ്ക്ക് മറ്റൊരു വജ്രായുധം കരീം ബെൻസിമ. കേവലം 16 റണ്ണ് മാത്രമാണ് ഇതുവരെ സ്കോർ ചെയ്തിട്ടുള്ളത്. കരീം ബെൻസിമ, look at the shot. വീണ്ടും ഒരു കിടിലൻ സിക്സർ.
ആ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടതിൻ്റെ ക്ഷീണം തീർക്കുന്ന രണ്ട് ഗംഭീര കരീം ബെൻസിമ ടീമിനെ മത്സരത്തിലേക്ക് കൊണ്ടുവരുന്നു. വീണ്ടും ഒരു ഷോട്ടാണ്, സിംഗിൾ റണ്ണാണ്. വീണ്ടും ഒരു അനാവശ്യ ഷോട്ടിന് ശ്രമിച്ചുകൊണ്ട് മുജീബും തൻ്റെ വിക്കറ്റ് വലിച്ചെറിയുന്നു. ഓഫ് സൈഡിലേക്ക് 100% വൈഡെന്ന് വിധിച്ച. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ലെഗ് അമ്പയർ നോ ബോൾ വിളിച്ചോ? അങ്ങനെയൊക്കെ കൺഫ്യൂഷനാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? യെസ്, ദാറ്റ് ഇസ് നോ ബോൾ. ലൈനിന് പുറത്തേക്കാണ് ബോൾ പോയത് എന്ന് അമ്പയർ വിധിക്കുന്നു. ഇതിന് കിട്ടിയ അവസരം മുതലാക്കാൻ മുജീബിനാകുമോ എന്ന് കണ്ടറിയാം. ഫ്രീ ഹിറ്റ് ബോളാണ്. യെസ്, ആ ഒരു തെറ്റിനുള്ള ശിക്ഷ എന്നോണം മുജീബ് തനിക്ക് കിട്ടിയ ലൈഫ് വീണ്ടും കരപിടിപ്പിക്കാനുള്ള ശ്രമമാണ്. വീണ്ടും ഒരു കിടിലൻ ഷോട്ടാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ. നേരത്തെ ഒരു ഹാട്രിക്ക് എടുത്ത് പോയ മനുഷ്യനാണ്. ഫീൽഡിങ്ങിലും അത്രമാത്രം ശ്രദ്ധയോടെ നിന്നൊരു ഗംഭീര ക്യാച്ച് എടുക്കുന്നു. വീണ്ടും കരീം ബെൻസിമ തൻ്റെ ബാറ്റിൽ നിന്ന് 3ാമത്തെ സിക്സർ കൂടി വായിക്കുന്നു. അവസാന ഓവറിൽ ആദ്യ ബോൾ സിക്സർ അടിച്ചുകൊണ്ട് ഒരു ടച്ച് ബോളിന് അപ്പീൽ ചെയ്യുന്നു. 53 എന്ന ഭേദപ്പെട്ട സ്കോർ കണ്ടെത്തുന്നു. ആദ്യ 2 ഓവറുകളിൽ കേവലം 16 റണ്ണാണ് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. ശക്തരായ ബാറ്റിംഗ് നിരയെ എറിഞ്ഞുടച്ചുകൊണ്ട് ആദ്യ 2 ഓവർ കരീം ബെൻസിമയുടെ മനോഹരമായൊരു ഹെലികോപ്റ്റർ കൂടി. സ്കോർ ലെവൽ ഉയർത്താൻ അദ്ദേഹത്തിൻ്റെ ബാറ്റ് തന്നെ ധാരാളം എന്ന് കാണിക്കുന്ന ഒരു മത്സരം കൂടിയാണ്. 4 പട്ടുകൂറ്റൻ സിക്സറുകൾ. അദ്ദേഹത്തിൻ്റെ മണികണ്ഠ സ്വാമികളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നു. കരീം ബെൻസിമ തൻ്റെ അവസാന ബോൾ നേരിടുന്നു. ആദ്യ ഇന്നിങ്സിൻ്റെ അവസാന ബോൾ ലോങ് ഓണിലേക്കൊരു 6 സമമാണ്. ക്യാച്ചിൽ ഒതുങ്ങിക്കൊണ്ട് ഇന്നിങ്സ് അവസാനിക്കുന്നു. കരീം ബെൻസിമയ്ക്ക് നേരത്തെ ഏറ് കൊണ്ടത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 6 റൺ വിജയ ലക്ഷ്യത്തിലേക്ക് ഇർഷാദ്. ആദ്യ ഇന്നിങ്സിൽ ഹാട്രിക്കിൻ്റെ പിൻബലത്തോടെ ബോൾ ചെയ്ത ബോളറാണ്. ബോളിങ്ങിൽ മനു, പാലക്കാടൻ കട്ടർ ബോളർ. സൂപ്പർ ഡെലിവറി. തുടരെ 3 ബോളുകൾ ഡോട്ട് വയ്ക്കുമ്പോൾ ബാറ്റ്സ്മാൻ വാട്ട് എ ബ്യൂട്ടിഫുൾ ബോൾ. 4 തുടർ ഡോട്ട് ബോളുകൾ. ഈ ടൂർണമെൻറ്റിലെ ആദ്യ ഹാട്രിക്കിനുടമയെ വെച്ച് ആദ്യ മെയ്ഡൻ ഓവർ എറിയാനുള്ള മനുവിൻ്റെ ശ്രമം 5 ബോളുകൾ പിന്നിടുന്നു. അതിൻ്റെ അവസാന ബോൾ. യെസ്, ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ബോളിംഗ്. ആദ്യ ഓവർ ഗംഭീരമായി 1 റണ്ണ് പോലും വിട്ടു നൽകാതെ ഈ ടൂർണമെൻറ്റിലെത്താൻ ആദ്യ ഹാട്രിക് ബോൾ. പാലക്കാടൻ ബോളർമാർക്ക് എപ്പോഴും ഗംഭീരമായൊരു പിന്തുണ നൽകുന്ന അബി പാലക്കാട് തൻ്റെ ആദ്യ ബോൾ. സൂപ്പർ ഡെലിവറി, ബാക്ക് ടു ബാക്ക്. ഒരു ക്യാച്ചിനുള്ള അവസരമാണ്. കരീം ബെൻസിമ ഓടിയെടുത്തപ്പോൾ ബോൾ നോക്കാൻ അദ്ദേഹം മറന്നുപോയി. ദാറ്റ്സ് നോ ബോൾ. സൂപ്പർ ഡെലിവറി, ബാക്ക് ടു ബാക്ക് ഡോട്ടുകളാണ്. വാട്ട് എ ബ്യൂട്ടി. ക്യാച്ചിനുള്ള അവസരമാണ്. മനു കൈകൾ വീശി കാത്തു നിൽക്കുന്നു. 2 ഓവറുകൾ പിന്നിടുന്നു. ബാറ്റ്സ്മാൻമാർക്ക് ഒന്നും പ്രത്യേകിച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കെടുകാറ്റ് ബോളർ മുജീബ് തൻ്റെ ആദ്യ ബോൾ അപ്രതീക്ഷിതമായൊരു ബൈ4ൽ കലാശിച്ചപ്പോൾ രണ്ടാമത്തെ ബോൾ ഒരു സിംഗിൾ റണ്ണുള്ളത് 2 റൺ ഓടിയെടുക്കുന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ ത്രോ. That's a beauty.
ബോൾ നനഞ്ഞിട്ട് കിക്കേഴ്സ് തങ്ങളുടെ പരാജയഭാരം കുറയ്ക്കാൻ വേണ്ടി മാക്സിമം റൺ ഓടിയെടുക്കാനുള്ള ശ്രമമാണ്. ആദ്യ സിക്സർ അവസാന നിമിഷങ്ങളിൽ. യെസ്, വീണ്ടും ഒരു സിക്സർ. അനായാസം ഒരു ക്യാച്ച് കയ്യിലെടുത്തുകൊണ്ട് ബോയ്സ് ബാങ്കറുടെ വിജയം ഉറപ്പുവരുത്തുന്നു ജഗൻ.